ഹലോ എവരിവൺ. തെറ്റ് പറ്റുക എന്നത് സ്വാഭാവികമാണ്. പക്ഷെ പറ്റിയ തെറ്റുകളെ ഓർത്ത് എപ്പോഴും നീറി നീറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നേടാൻ സാധിക്കില്ല. മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. എല്ലാത്തിനും ഉപരി നമുക്ക് സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പലപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ഉള്ള ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനും ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം നമുക്ക് കൈവരിക്കാനും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളും നോക്കാം. നമ്മളൊക്കെ ജീവിക്കുന്നത് പ്രസന്റിലാണ് എന്ന് പറഞ്ഞാലും പലപ്പോഴും പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ എത്ര ചിന്തിക്കുന്നുണ്ടെന്ന് കരുതിയാലും നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു മുക്തി നേടണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു മോചനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. എമ്പതി. പാസ്റ്റില് നമുക്കൊരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാസ്റ്റിൽ സംഭവിച്ച ആ സമയത്തുള്ള നമ്മളോട് വേണം എമ്പതി കാണിക്കാനായിട്ട്. ഉദാഹരണത്തിന് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നു, അല്ലെങ്കിൽ നമ്മളുടെ മനഃപൂർവ്വമല്ലാത്ത ഒരു ശ്രമം കൊണ്ടായാലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച, നമുക്ക് മറക്കാനാവാത്ത ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നതെങ്കിൽ ആ കുട്ടിയോട്, നമ്മളുടെ ഉള്ളിലുള്ള ആ ചൈൽഡ്ഹുഡിനോട് വേണം നമ്മൾ എമ്പതി കാണിക്കാൻ. എപ്പോഴെങ്കിലും ഒക്കെ നമ്മളുടെ മനസ്സിൽ ഈ ചിന്ത വന്ന് നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മളെ കണ്ണുകൾ അടച്ച് ആ ഉള്ളിലുള്ള നമ്മളുടെ ആ ഒരു ചെറുപ്പകാലത്തെ കുട്ടിയോട് നമ്മൾ പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ആ ഒരു സമയത്തെ തെറ്റ് നിന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം ഉണ്ടായതല്ല, അന്നത്തെ നിന്റെ സാഹചര്യമായിരിക്കും. ഒരു പക്ഷെ നിനക്ക് നിലനിൽക്കാൻ അത് ചെയ്തേ സാധിക്കുള്ളായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ, ഒരു എമ്പതി കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ആ പാസ്റ്റിനെ നമുക്ക് മറികടക്കാം. പാസ്റ്റിലുണ്ടായ ആ ഒരു പ്രശ്നത്തെ മറികടക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യണം. എംബ്രേസ് യുവർ ഹ്യൂമാനിറ്റി. നമ്മളുടെ ഭാഗത്ത് ആ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് നമ്മൾ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുക. പലപ്പോഴും പാസ്റ്റിൽ ഉണ്ടായ ഒരു പ്രശ്നം നമുക്ക് മറക്കാൻ സാധിക്കാത്ത, അല്ലെ നമ്മൾ എപ്പോഴും അലട്ടുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആകെ ഒരു അപ്സെറ്റ് ആവുക, ആകെ ഒരു ലജ്ജ നമുക്ക് തോന്നുക. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പാസ്റ്റിലെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. മനുഷ്യരായാൽ തെറ്റ് സംഭവിക്കും. നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പറഞ്ഞ് ഈ ചിന്ത, നമ്മളെ അലട്ടുന്ന ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ പറയുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഫോർഗീവ്നെസ്. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അന്ന് ആ തെറ്റ് സംഭവിച്ച ആ ഒരു സാഹചര്യത്തോട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന നിങ്ങളോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക, എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നു പോയി, അതൊരു സാഹചര്യമാണ്. അതിന്റെ അർത്ഥം ഞാൻ തീരെ കൊള്ളാത്ത ഒരു വ്യക്തിയായോ, അല്ലെ ഞാൻ ജനിക്കുമ്പോഴേ ഒരു കൊള്ളരുതാത്ത ഒരു ബാഡ് പേഴ്സൺ ആയതുകൊണ്ടോ അല്ല, അന്നേരത്തെ എന്റെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് നിങ്ങളോട് പറയുക. അതോടൊപ്പം നിങ്ങളോട് ക്ഷമിക്കാനും തയ്യാറാവുക. ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ, നിങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടും ജീവിതത്തിൽ വേറൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടും നിങ്ങളെ ചെറുപ്പത്തിലെ ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുള്ള ഒരു വീഴ്ച അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് ആ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ആ മനസ്സിലുള്ള മുറിവ് ഉണക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക, നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കാനൊക്കെ തയ്യാറാവുമ്പോൾ പതിയെ നമുക്ക് ആ മുറിവിൽ നിന്ന്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലായാലും ഫിസിക്കലി ആയാലും ഒരു മുറിവുണ്ടായെങ്കിൽ അത് ഉണങ്ങാൻ കാലതാമസം എടുക്കും. അവിടെ മരുന്ന് പുരട്ടേണ്ടതും അത്യാവശ്യമാണ്, അല്ലെങ്കിലേ മുറിവ് ഉണങ്ങുകയുള്ളൂ. ഇത് തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെ കാര്യത്തിൽ. നമ്മളെ വല്ലാതെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എങ്കിലും അവിടെ നമ്മൾ സാന്ത്വന വാക്കുകൾ കൊണ്ടും ആശ്വസിപ്പിക്കാനായിട്ട്, മറ്റൊരാളിൽ നിന്ന് അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകരുത്. നമ്മളെ തന്നെ നമ്മൾ സ്വയം, പലപ്പോഴും നമുക്കറിയാവുന്നവരാണെങ്കിൽ, നമ്മുടെ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തികളാണെങ്കിൽ പോലും നമ്മളെ പലപ്പോഴും കുറ്റപ്പെടുത്തുകയുള്ളൂ. നിനക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, അത് ഇപ്പോഴും നിന്നെ അലട്ടുന്നത് നിന്റെ കയ്യിലിരിപ്പോണ്ടാണ്, അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. പകരം ആശ്വാസ വാക്ക് പറയാൻ ആരും തന്നെ പലപ്പോഴും കാണില്ല എന്നുള്ളൊരു സാഹചര്യം
സാഹചര്യമാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ തെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു മുക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ക്ഷമിക്കണം, നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കണം. ആ സമയത്തെ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പാസ്റ്റിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. 4th സ്റ്റെപ്പ് അക്സെപ്റ്റൻസ്. നമ്മൾ നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം, നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞു പോയ കാര്യമാണത്, പാസ്റ്റ് ആണ്, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ നമ്മൾ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം നമ്മളോട് പറയും, നീ ആവശ്യത്തിലേറെ ആ ഒരു കാര്യത്തെ ഓർത്ത് നിന്റെ മനസ്സ് വിഷമിപ്പിച്ച് കഴിഞ്ഞു, മതി, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിനക്ക് ആ പാസ്റ്റിൽ ഒരു തിരുത്തും വരുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുക. ഓണർഷിപ്പ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതെന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്ന് അംഗീകരിക്കാൻ പഠിക്കുക എന്നാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മൾ അത് അംഗീകരിക്കില്ല, എന്റെ കുറ്റമല്ല എന്ന് പറയുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രശ്നം നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്നൊക്കെ തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത് ചെയ്യേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. അന്ന് ആ ഒരു ബിഹേവിയർ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയി എന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക. മേക്ക് അമെൻമെന്റ്സ്. കഴിഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് മാറ്റങ്ങൾ അല്ലെ ഭേദഗതികൾ വരുത്താനായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ തയ്യാറാവുക. നമ്മുടെ തന്നെ ഏറ്റവും നല്ല വേർഷനായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ജീവിതം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടന്നാൽ എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകില്ല, അല്ലെങ്കിൽ നഷ്ടം എനിക്ക് മാത്രമാണ് എന്ന് നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാം, നമ്മുടെ തന്നെ ബെസ്റ്റ് വേർഷൻ ആകാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും അല്ലെ. നമ്മുടെ ജീവിതത്തിന് ഫുൾഫിൽമെന്റ് തരുന്ന, സന്തോഷം തരുന്ന, സമാധാനം തരുന്ന പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. പലപ്പോഴും പഴയ കാര്യങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നമുക്ക് മറ്റൊന്നും പുതിയതായിട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ഈ പഴയ ചിന്ത നമ്മളെ അലട്ടുന്നത്. അതിന്റെ സ്ഥാനത്ത് നമ്മൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ ചെയ്യാനോ അല്ലെങ്കിൽ ആരംഭിക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ പഴയ ചിന്തകൾ നമ്മളെ അലട്ടുന്നത് പരമാവധി നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്ത് നമ്മളെ എപ്പോഴൊക്കെ ഈ ചിന്തകൾ അലട്ടുന്നു അവിടെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന്റെ മുറിവിനെ ഉണക്കുന്ന രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും ഫോളോ ചെയ്ത് നമ്മളെ തന്നെ ബലപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പഴയതിൽ നിന്ന് നമുക്ക് മോചനവും കിട്ടും. അതോടൊപ്പം നമ്മളുടെ പ്രസന്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ, എന്തൊക്കെ എനിക്ക് ചെയ്യണം, എന്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു അറിവ് നേടിയെടുക്കാൻ അത് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.